السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله عباد الله. عن أم المؤمنين عائشة رضي الله عنها قالت: قال رسول الله صلى الله عليه وسلم: من أحدث في أمرنا هذا ما ليس منه فهو رد. رواه البخاري ومسلم. ആയിഷ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദി പറയുകയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു: മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ, ആരെങ്കിലും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ, അതായത് ദീനിൻ്റെ ഈ ഒരു കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, അതിൽ പെടാത്ത ഒരു കാര്യം, അതായത് ദീനിലില്ലാത്ത ഒരു കാര്യം ഒരാൾ ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഈ ഒരു ഹദീസ് എല്ലാ മുസ്ലിമീങ്ങൾക്കും പൊതുവായി അറിയുന്ന ഒരു ഹദീസാണ്. അർത്ഥം പോലും വെക്കാതെ തന്നെ എല്ലാവരും കേട്ട് പരിചയിച്ച ഒരു ഹദീസാണ്. ഈ ഒരു ഹദീസ് സൂചിപ്പിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണോ ഇസ്ലാമിൽ നന്മയാകേണ്ടത് അതിന് ഇത്തിബാഅ് നിർബന്ധമാണ് എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് ഒരു കാര്യം, ഒരു അമല് സ്വാലിഹായ അമലാവണം എന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഷർത്ത്, നിബന്ധനകൾ. അതിലൊന്നാമത്തെ നിബന്ധന അത് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇത്തിബാ ഉണ്ടാവുക എന്നുള്ളതാണ്, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ നല്ല ഇഖ്ലാസോടുകൂടി ഒരു കർമ്മം ചെയ്തു, എന്നിട്ട് ഞങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കർമ്മം ചെയ്യാണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവും? ഒരിക്കലും സ്വീകാര്യമാവില്ല. ഇനി ഒരാൾ പഠിപ്പിച്ച കാര്യം തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫജ്ർ നിസ്കരിച്ചു, നമ്മൾ ആളുകളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് എങ്കിൽ നമ്മുടെ കർമ്മം അള്ളാഹു സ്വീകരിക്കൂല. അപ്പോൾ രണ്ട് നിബന്ധനകളാണുള്ളത്. ഒന്ന്, ഒരു കർമ്മം ഇഖ്ലാസ് ഉള്ളതാകണം, അതോടൊപ്പം തന്നെ ആ കർമ്മം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമാവണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കറിയാം റജബ് 27. ഈ ഒരു ദിവസത്തിൽ വിദഇകളായ ആളുകൾ അവരൊരു പ്രത്യേക ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കലുണ്ട്. മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. സത്യത്തിൽ ആ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഇഖ്ലാസ് ഉണ്ടാവണം. പിന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം അവർക്ക് ഇഖ്ലാസ് ഉണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്: വലം യസ്ബുത് അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റജബിൻ ഹദീസുൻ, റജബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് അതിൽ നോമ്പ് വെൽക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഹദീസും നബിതങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. ബൽ ആമത്തുൽ ഹദീസിൽ മഅ്സൂറത്തി ഫീഹി അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹാ കദിബുൻ, ഇനി വന്ന ഹദീസുകൾ അതെല്ലാം തന്നെയും അത് തെളിവിന് പറ്റാത്ത, എല്ലാം കള്ളമായ ഹദീസാണ് എന്നാണ്. അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാം ഷാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹായ ഫത്ഹുൽ ബാരിയുടെ രചയിതാവാണ്. അതിൻ്റെ വിശദീകരണ ഗ്രന്ഥം എഴുതിയ രചയിതാവാണ്. അദ്ദേഹം പറയാണ്: ലം യരിദ് ഫീ ഫളി ശഹ്രി റജബിൻ വലാ സിയാമിഹി വലാ ഫീ സിയാമി ഷൈഇൻ മുഅയ്യനിൻ മിൻഹു വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. ഒരു റജബ് മാസത്തിലെ പ്രത്യേകമായ നോമ്പിനാവട്ടെ, ഖിയാമുൽ ലൈലിനാകട്ടെ, അതുമായി ബന്ധപ്പെട്ട എന്തിനാവട്ടെ, അതിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, തെളിവിന് യോഗ്യമായ, തെളിവിന് പറ്റുന്നതായ ഒരു ഒറ്റ ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് ഇത് ഇഖ്ലാസോടുകൂടി ചെയ്യുകയാണ് എങ്കിൽ പോലും അയാൾക്ക് എന്തില്ല, ഇത്തിബാ എന്ന് പറയുന്നത് കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളത് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് നന്മയല്ല രേഖപ്പെടുത്തുക, മറിച്ച് തിന്മയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. നമ്മൾ അടിസ്ഥാനപരമായി നമ്മളിത് കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു നന്മയാകണമെന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാകണം. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകേണ്ടത് അത് ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്കും വേണ്ടി മാത്രം ചെയ്യുമ്പോഴാണ് ഒരു കർമ്മം എന്ത് ചെയ്യുന്നത്, സൽക്കർമ്മമായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത
അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.